ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. നമ്മൾ ഈ കോച്ചിങ് സെഷന് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നമ്പർ 1, ഇത് റെക്കോർഡ് ചെയ്യേണ്ട യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വിരോധമുണ്ടോ? No. ഓക്കെ, സമ്മതമല്ല? 100%? Yes. ഓക്കെ. നമ്പർ 2, ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നത് നിങ്ങളെ കുറിച്ചുള്ള ചോദ്യം ആയിരിക്കണം, മറ്റുള്ളവരെ കുറിച്ച് ആയിരിക്കരുത്. ഇസ് ദാറ്റ് റൈറ്റ്? Yes. ഓക്കെ. നിങ്ങൾക്ക് സ്വന്തം കഴിവുണ്ട്, കഴിവിനെ വളർത്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടോ? അതായത് എൻ്റെ അടുത്ത് ഒരിക്കലും നിങ്ങൾക്കൊരു അഡ്വൈസ് കിട്ടാൻ പോകില്ല. ഞാൻ ക്ലാരിറ്റി കൊണ്ടുവരും, ബട്ട് ദ സെയിം ടൈം നിങ്ങൾക്ക് അതിൻ്റെ കഴിവ്, പൊട്ടൻഷ്യൽ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ? അതെ. ഓക്കെ, ഗ്രേറ്റ്. എന്താണ് നിങ്ങൾ ഈ ഒരു കൺവേഴ്സേഷനിൽ എന്താണ് നേടുന്നുള്ളത്? ഒരു വളരെ സിമ്പിളായിട്ട്, ജസ്റ്റ് മേക്ക് ഇറ്റ് വെരി സിമ്പിൾ, ജസ്റ്റ് ഇൻ 1 സെൻറ്റൻസ് ഓർ 1 ലൈൻ. എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പല കാര്യങ്ങളും പഠിക്കാറുണ്ട്, പക്ഷെ അത് ഇല്ല, അതല്ല. ബി വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ചിലപ്പോൾ ഞാൻ റൂഡായിട്ട് തോന്നിയേക്കാം, പക്ഷെ റൂഡല്ല. എന്താണ് നേടേണ്ടത് മാത്രം പറയാം, വേറെ ഒന്നും പറയണ്ട. എന്താണ് നേടേണ്ടത്? പഠിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ലേണിംഗ് തിങ്സ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ഗ്രേറ്റ്. അത് ഇംപ്ലിമെന്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറയാം? ഇംപ്ലിമെന്റ് ചെയ്താലേ എവിടേക്കാണ് അതിന്റെ ഒരു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, ലൈഫിലൊരു മാറ്റം ഉണ്ടാവും, ചേഞ്ച് വരും. ഓക്കെ, വേറെ 3 അറിയാം. അത് ആക്ഷൻ എടുത്തു കഴിഞ്ഞാലാണ് സാമ്പത്തികമായി, റിലേഷൻഷിപ്പ്, എല്ലാ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അബ്സല്യൂട്ട്ലി. റിലേഷൻഷിപ്പും ഫിനാൻസും അല്ലേ? ഓക്കെ. ഇപ്പം കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ എത്ര % ആണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണത്? നിങ്ങളെ നോളജ്, സ്കില്ലൊക്കെ ഉണ്ടല്ലോ, അത് എത്ര ശതമാനം ഇപ്പം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണത്? എൻ്റെ ഇതിലൊരു 20% ചെയ്യുന്നുണ്ടാവും. 20%, അതായത് 80% നിങ്ങൾ ചെയ്യണില്ല എന്നുള്ള അല്ലേ? ഞാനത് പഠിച്ച കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു കുറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒതുങ്ങി. ഓക്കെ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പം പലതും പഠിച്ചിട്ടുണ്ടാകും. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ പോളിടെക്നിക്കിലൊക്കെ പഠിച്ച്, ITIയിലൊക്കെ പഠിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ജീവിതത്തിൽ അതൊന്നല്ല അവർ ചെയ്യണത്. മനസ്സിലാവുണ്ടോ? അവർ പഠിച്ചപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം അവിടെ വരുന്നത് അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠിച്ചതിൽ 20% മാത്രം അവർ അപ്ലൈ ചെയ്യണോ, ബാക്കി 80% അവർ അപ്ലൈ ചെയ്യണില്ല. കാരണം സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. ശരിയല്ലേ? അതെ. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വ്യത്യാസമാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു ഇൻഡസ്ട്രിയിലാണോ, ആ ഒരു പ്ലാറ്റ്ഫോമിലാണോ, ആ ഒരു നീഷിലാണോ, ആ ഒരു മാർക്കറ്റിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റ് വ്യത്യാസം ഉണ്ടോ? മാർക്കറ്റ് വ്യത്യാസമുണ്ട്. ഞാൻ ഒരു സൈക്കോളജിയിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഓക്കെ. ഒരു ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും അതിലെടുത്തിട്ടില്ല, പക്ഷെ കോഴ്സസ് പലപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഏകദേശം ഒരു 12 വർഷമായിട്ട് ഈ ഒരു ട്രാക്കിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കോഴ്സുകൾ ചെയ്തു, സൈക്കോളജിയിൽ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ചെറിയ കോഴ്സുകൾ ഉണ്ട്. ഓക്കെ. പക്ഷെ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്? ഇല്ല, അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കാണുന്നില്ല. എനിക്കും കാണുന്നില്ല, പുറത്തുള്ള ആൾക്കാർക്കും കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മളുടെ നമ്പർ 1, നമ്മളുടെ ഇൻകം, നമ്മളെ റവന്യൂ, നമ്മളെ റിലേഷൻഷിപ്പ്, നമ്മളെ ബ്രാൻഡ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നിനെ ബേസ് ചെയ്തിട്ടാ. എന്താണ് അറിയാം? നമ്മുടെ ഇന്നർ ഡാറ്റ. ഓക്കെ. ഇന്നർ ഡാറ്റ മീൻസ് നിങ്ങളുടെ അറിവാണോ നിങ്ങൾ പറഞ്ഞത്? നമ്മുടെ പറഞ്ഞോളൂ. എന്താ പറയാ, നമ്മുടെ ബിലീഫ് സിസ്റ്റം. നിങ്ങളെ ബിലീഫ് സിസ്റ്റമിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻകം, റവന്യൂ, ഫെയിം, പോപ്പുലാരിറ്റി എല്ലാം ഡിപ്പെൻഡ് ചെയ്യണത്. ഇസ് ഇറ്റ് കറക്റ്റ്? ശരിയാണ്. 100% ഉറപ്പല്ലേ? അതെ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാ ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കാം, സൈക്കോളജിയിൽ എല്ലാ ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കാം, ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജീൻ്റെ അറിവുണ്ടെന്ന് വിചാരിക്കാം. 10 വർഷം എന്ന് പറഞ്ഞു, നിങ്ങൾ 12 വർഷം എന്ന് പറഞ്ഞു. ഈ 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ ഒരുപാട് ട്രെയിനിങ്സ് നടത്തിയെന്ന് വിചാരിക്കാം.
സ്റ്റേജിലൊക്കെ കയറി നിങ്ങൾ കീ പെർഫോമർ അല്ലെങ്കിൽ കീ സ്പീക്കർ, കീനോട്ട് സ്പീക്കർ ആണെന്നൊക്കെ വിചാരിക്കാം. ഓക്കെ നിങ്ങളുടെ അടുത്ത് ആൾക്കാർ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ ക്ലയൻസിന് വേണം പറയാം, പേഷ്യൻസിന് വേണം പറയാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വരുന്നെന്ന് വിചാരിക്കാം. ഓക്കെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളെ എഡ്യൂക്കേഷൻ കണ്ടിട്ടായിരിക്കാം, നിങ്ങളെ ഡിഗ്രി കണ്ടിട്ടായിരിക്കാം, നിങ്ങളെ എക്സ്പീരിയൻസ് കണ്ടിട്ടായിരിക്കാം വരുന്നുണ്ടാവുക. ശരിയല്ലേ? അതെ ഓക്കെ, നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ ഈ ഒരു വ്യക്തി ഞാനാണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നെന്ന് വിചാരിക്കാം. ട്രീറ്റ്മെൻറ്റിനാവാം, എന്തെങ്കിലും അഡ്വൈസിന് വേണ്ടിയിട്ടാവാം. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബോർഡ്, നിങ്ങളുടെ ടൈറ്റിൽ, ഡെസിഗ്നേഷൻ എല്ലാം കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ ഞാൻ നിങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ അവിടെ വന്നു, നിങ്ങൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് തന്നു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അഡ്വൈസ് തന്നു വിചാരിക്കാം. എഡ്യൂക്കേറ്റ് ചെയ്തു എന്നെ. ഓക്കെ അതായിട്ട് എനിക്ക് അത് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ ഞാൻ തിരിച്ചു വരുമോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ ആ ഇൻകം, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇൻകം, അതേപോലെ ആൾക്കാർ വരുന്ന റിസൾട്ട് കിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം, അത് ഇറ്റ്സ് കോൾഡ് ദ റിസൾട്ട്. ഓക്കെ ഡു യു അഗ്രി ദാറ്റ്? ഒരൊറ്റ വാക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഔട്ട്കം എന്ന് പറയാം, അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയാം. ഓക്കെ നിങ്ങളെ വളർച്ച, നിങ്ങളെ താഴ്ച എല്ലാം ബേസ് ചെയ്തിട്ട്, ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ കൊമേഴ്ഷ്യൽ ബിസിനസ് ഓർ whatever it is you are in, it's based on one thing, it's called result. എത്ര പേര് അംഗീകരിക്കേണ്ട ഗോട്ട് ഇന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ there is something wrong. Do you agree? യെസ് There is something that has to be changed. Do you agree? യെസ് There is something that you need to stop. Do you agree? യെസ് There is something that you have to learn differently. Do you agree? യെസ് And there is something that you have to improve. Do you agree? യെസ് ഞാൻ 5 ചോദ്യങ്ങൾ അവിടെ ചോദിച്ചത്. ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ പോണ്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾ. നമ്പർ 1, വാട്ട് ഇസ് ദറ്റ് ഐ നീഡ് ടു ഇംപ്രൂവ്? എന്തുകൊണ്ടാണ് എനിക്ക് കസ്റ്റമേഴ്സ് വരാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടും ആൾക്കാർ വരാത്തത്? എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇൻകം കൂട്ടാൻ പറ്റാത്തത്, സ്കെയിൽ ചെയ്യാൻ പറ്റാത്തത്? വാട്ട് ഇസ് ദറ്റ് ഐ നീഡ് ടു ഇംപ്രൂവ് ഫോർ ദാറ്റ്? നമ്പർ 2, വാട്ട് ഇസ് ദറ്റ് ഐ നീഡ് ടു ലേൺ? എന്തൊക്കെയാണ് അറിവ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്, പക്ഷെ ആ അറിവ് കൊണ്ട് ഒന്നും നടക്കുന്നില്ല. What is that I want to learn? Number 3, what is that I need to change and do differently? ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ചെയ്യേണ്ടത്? 3ാമത്തെ ചോദ്യം. 4ാമത്തത്, വാട്ട് ഈസ് ദറ്റ് ഐ നീഡ് ടു സ്റ്റോപ്പ്? എന്തൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, അതുകൊണ്ട് യാതൊരു കാര്യമില്ല, എന്തൊക്കെയാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അത് ശരിക്കും എൻ്റെ ബിസിനസ്സിന്, എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ റിലേഷൻഷിപ്പിന് ശരിക്കും ബോധർ ചെയ്യുന്ന എന്താണ് കാര്യം, അതെനിക്ക് സ്റ്റോപ്പ് ചെയ്തേണ്ടി വരും. 5ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ക്യാൻ ഹെൽപ്പ് മീ എന്നുള്ള, ആരാണ് എന്നെ സഹായിക്കാൻ പറ്റിയ ആളാരാണ്? യു ആർ വിത്ത് മീ? യെസ് അപ്പോൾ നിങ്ങൾ പറഞ്ഞു 12 years. ഓക്കെ, ഐ എം ഗോയിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ. 12 years യു ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി, പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഇൻകം അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇസ് ദറ്റ് റൈറ്റ്? അതെ. അപ്പോൾ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? ഞാൻ കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. എന്താ പറയാ, ടീച്ചിങ്ങിലോ ഇതിലോ. എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ ജസ്റ്റ് കൊടുക്കും എന്നല്ലാണ്ട് തെറാപ്പീസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അവരൊക്കെ റിസൾട്ട് പറയാറുണ്ട്. ഓക്കെ, അല്ലാണ്ട് പുറത്തില്ല, മാർക്കറ്റിങ്ങോ ഇതായിട്ട് ഇറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പം ഇത് എങ്ങനെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? എവിടെ? ഇപ്പം ലെറ്റ്സ് ലുക്ക് ഇൻ ദിസ് വേ. ഒരു മാസത്തിൽ എത്ര പേരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. എത്ര പേര് വരുന്നുണ്ട്? ഇപ്പൊ കുറവാണ്. ഞാൻ പൊതുവെ കുറച്ചു കോണ്ടാക്ട്സ് ഒക്കെ കുറച്ച് ഞാൻ ബിസിനസ്സിലൊന്ന് ഫോക്കസ് ചെയ്യാണ് ഇപ്പൊ. ഏത് ബിസിനസ്? എന്താ, വേറെ ബിസിനസ് ആണോ ഇതാണോ? അല്ല, ബിസിനസ് ഞാനൊരു ട്രാവൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അത് അവിടെ മാറ്റിയെടുത്താൽ ഇപ്പൊ ഇതിലേക്ക് തന്നെ വീണ്ടും ആ ക്വസ്റ്റിലേക്ക് വരാം. കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞത് ലേണിംഗിനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നല്ലേ? അതെ. അത് ഈ ഒരു ഏരിയയിൽ തന്നെയാണോ? ഈ സൈക്കോളജി എന്ന് പറഞ്ഞ ഏരിയയിലാണോ, അല്ലെ വേറെ ഏരിയയിലാണോ? അതെ, സൈക്കോളജി എനിക്ക് മൊത്തത്തിൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. വേറെ എന്താ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത്? അതായത് നമ്മുടെ എന്താ പറയാ, നമ്മൾ ഒരുപാട് നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരാവോ? ഇപ്പോ പലപ്പോഴും നമ്മൾ പറയും ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറയും. നമ്മളും പറയാറുണ്ട്, നമ്മൾ ഒരുപാട് അഡ്വൈസ് കേൾക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത്
ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അത് നമ്മളതിൽ അത് സാധാരണ ഓരോരുത്തരും വ്യത്യാസമുണ്ട്, ശരിയല്ലേ? ഓരോരുത്തരും ഇമോഷൻ വ്യത്യാസമുണ്ട്. ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? ചിലർ ക്ഷമിച്ചിട്ട് ബാക്കിൽ പോകും, ചിലർ കത്തിയെടുത്ത് കുത്തുകയും ചെയ്യും. ഇസ് ദാറ്റ് കറക്റ്റ്? യെസ്. അത് ഒന്ന് സിറ്റുവേഷനാണ്. സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഓരോരുത്തർ പെരുമാറുക. ചിലപ്പോൾ ഏറ്റവും ക്ഷമയുള്ള വ്യക്തിയായിരിക്കും, പക്ഷേ ആ സമയത്ത് അയാൾക്ക് റിയാക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ മൈൻഡ് സെറ്റ്, അയാൾ ഏതൊരു മൈൻഡ് സെറ്റിലാണെന്നുള്ളത്. ചിലപ്പം കണ്ടിട്ടുണ്ടാവും, ചിലർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആളായിരിക്കും നിങ്ങളെ മാനേജർ എന്ന് ഇരിക്കുക. ഒരു ദിവസം നിങ്ങൾ മാനേജറിൻ്റെ ക്യാബിനിലേക്ക് പോയപ്പോൾ ആ ക്യാബിനിലെ മാനേജർ നിങ്ങളെ ഷൗട്ട് ചെയ്ത് വിചാരിക്കുക. ഒരിക്കലും ചെയ്യാത്തൊരു വ്യക്തി ഷൗട്ട് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷയില്ല, പക്ഷേ അയാൾ ഷൗട്ട് ചെയ്തിട്ട് പിന്നീട് അയാൾ വന്നിട്ട് നിങ്ങളോട് പറയും, സോറി ഇട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, കാരണം വീട്ടിൽ ഭയങ്കര ടെൻഷനായിരുന്നു, വൈഫൊക്കെ വിളിച്ചിട്ട് ആകെ പ്രശ്നത്തിൽ, ആ സമയത്താണ് നിങ്ങൾ കയറി വന്നെന്ന് പറയും. ശരിയല്ലേ? ഓക്കെ. അപ്പം ആ ഒരു സാഹചര്യം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ചിലർ റിയാക്ട് ചെയ്യുക, ചിലർ റെസ്പോണ്ട് ചെയ്യുക. ഡു യു അഗ്രി ടു ദാറ്റ്? യെസ് യെസ്. അപ്പോൾ ഈ ദേഷ്യത്തിന് കാര്യം ഒന്ന് മാറ്റിയേക്കുക. വേറെ എവിടെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ലേൺ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ദേഷ്യത്തിന് കാര്യമില്ല, വേറെ എന്താണ്? പിന്നെ ഞാന് പലപ്പോഴും കോഴ്സസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങും, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാറില്ല. ഓക്കെ. ഡിസൈൻ ചെയ്ത് പഠിപ്പിക്കാനാണോ? പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആരാണ്? അപ്പോൾ ചോദ്യം ഇവിടെ വേറെ ചോദ്യം വരും. നിങ്ങൾ ആരാണ്? പറയണ്ട കേട്ടോ, ഇപ്പം പറയണ്ട, നിങ്ങൾ പേരൊന്നും പറയണ്ടേ. നിങ്ങൾ ആരാന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? ഞാൻ ആരാണെന്നുള്ളത്, കാരണം നിങ്ങൾ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞു, അത് ബിസിനസ് എന്ന് പറഞ്ഞു, പിന്നെ സൈക്കോളജി പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹു ആർ യു? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലായിട്ട് സൈക്കോളജി പഠിക്കുന്നുണ്ട്. ട്രാവൽ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരാണ്? യഥാർത്ഥം നിങ്ങൾ ആരാണ്? ഇപ്പൊ നിങ്ങളോട് ഒരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഹു ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഡെസിഗ്നേഷൻ? വാട്ട് ഈസ് ദാറ്റ് യു ആർ? ഈ സൈക്കോളജി പാഷൻ ആണോ? ഇസ് ഇറ്റ് യുവർ പ്രൊഫഷൻ? നിങ്ങൾ ട്രാവൽ ഏജൻസി പാഷൻ ആണോ, പ്രൊഫഷൻ ആണോ? നിങ്ങൾ ടീച്ചിങ് ചെയ്യണോ, ട്രെയിൻ ചെയ്യണോ, അത് പാഷനാണോ, പ്രൊഫഷനാണോ? ട്രാവൽ ഏജൻസി പ്രൊഫഷനാണ്. ഓക്കെ. പാഷനാണ്. ഓക്കെ. സൈക്കോളജി പാഷനാണ്. എന്തിനാ വൈ ഡിഡ് യു ടേക്ക് ദാറ്റ് ആസ് എ പാഷൻ? എന്തുകൊണ്ടാണ് അത് പാഷനായിട്ട് എടുത്തത്? അത് ഞാൻ പറഞ്ഞ ഒരു 12 വർഷം. 12 വർഷത്തേക്ക് പോകണ്ട, നിങ്ങൾ ബാക്കിലോട്ട് പോകണ്ട. യു ആർ ഗോയിങ് ബാക്ക്, യു ആർ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് നൗ. യു ഗോട്ട് മീ? ക്ലാരിറ്റി ഇല്ലാതെ ഐ വോണ്ട് യു ടു ലുക്ക് ഫോർവേഡ്. യു ടെൽ മീ, ട്രാവൽ ഏജൻസി നിങ്ങളെ പ്രൊഫഷൻ ആണെങ്കിൽ എത്ര മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം നിങ്ങൾ? അതിന് ഏകദേശം ഒരു 10 മണിക്കൂർ. 10 മണിക്കൂർ. ഒരാഴ്ചയിൽ എത്ര ദിവസം വർക്ക് ചെയ്യേണ്ടത്? ഞാനിപ്പോ സ്വന്തമായതുകൊണ്ട് 7 days ഉണ്ടാവും. 7. അപ്പോൾ നിങ്ങൾ ശരിക്കും അവിടെ നിങ്ങൾ ശരിക്കും ഒരു ബോസ് അല്ല, നിങ്ങൾ അവിടുത്തെ ജോലിക്കാരനായിട്ട് മാറാണ്, ശരിയല്ലേ? അതെ അതെ, ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. സോ യു ആർ വർക്കിംഗ് ഇൻ ദ ബിസിനസ്, നോട്ട് ഓൺ ദ ബിസിനസ്. അത് കറക്റ്റ് അല്ലേ? കാരണം 7 ദിവസം വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ യു ആർ നോട്ട് വർക്കിംഗ് ആസ് എ ലീഡർ, യു ആർ വർക്കിംഗ് ആസ് എൻ എംപ്ലോയി. ഇസ് ഇറ്റ് കറക്റ്റ്? നിങ്ങൾക്ക് ഈ സൈക്കോളജി കണ്ടിട്ട് എപ്പോഴാണ് ടൈമുള്ളത്? അതിന് ഞാൻ എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തും. എപ്പോഴാണ് അത് കണ്ടെത്തുക? മോർണിംഗിൽ കണ്ടെത്താറുണ്ട്. പിന്നെ മോർണിംഗ് ഈ മോർണിംഗിൽ എന്താ നിങ്ങൾ ചെയ്യാറ്? ബുക്സ് വായിക്കാറുണ്ട്. ഓക്കെ, പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്, ബുക്സ് വായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും അറിവ് കൂട്ടുക ചെയ്യണത്. അതെ. ആ അറിവ് നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങൾ ഇത് ചെയ്യണ്ട, അപ്ലൈ ചെയ്യണ്ട, ഇംപ്ലിമെന്റ് ചെയ്യണ്ട. അല്ല, എന്തിനാണ് നിങ്ങൾ ഈ ബുക്കൊക്കെ വായിക്കുന്നത്? അല്ല, എന്തിനാണ് ഈ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുന്നത്? വായ്. ഇപ്പോ ഓൾമോസ്റ്റ് ഞാൻ പ്രാക്ടിക്കലായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ പഠിപ്പ് കുറച്ചിട്ട് പ്രാക്ടീസിലേക്കാണ് കൂടുതൽ ഫോക്കസ്. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണത്? അതായത് ഇപ്പോ പല പ്രാക്ടീസുകളും ഞാനിപ്പോ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് പറഞ്ഞോളൂ, എന്ത് പ്രാക്ടീസ് ഒന്ന് പറയാം. നിങ്ങൾ ഈ സൈക്കോളജി നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു, പോഡ്കാസ്റ്റ് കേൾക്കണമെന്ന് പറഞ്ഞു, ബുക്സ് റീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹൗ ഡു യു പ്രാക്ടീസ് ദാറ്റ്? നിങ്ങൾ ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറയും പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. സോ ഹൗ ഡു യു പ്രാക്ടീസ് ഇറ്റ്? ഇപ്പോ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ എന്തെന്നെ ഒഴിവായാലും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാണ്ടിരിക്കാറില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മുന്നേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അത് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല നിങ്ങൾ? അപ്പൊ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തല്ലോ അല്ലേ? അതാണ് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ച രീതിയിലാണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കണത്? ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? കാരണം നമുക്ക് ഒരു ഗോള്, ഒരു പോസ്റ്റിലേക്ക് ഗോൾ അടിക്കണം എന്നുള്ള ഗോൾ പോസ്റ്റ് എവിടെ നമുക്ക് അറിയണ്ടേ? അതായത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? വാട്ട് ഈസ് ദാറ്റ് യു ഇന്റന്റ്? മറ്റുള്ളവർ കാണുമ്പോ
നമ്മളിലൊരു മാറ്റം കാണുന്നില്ല, ആ പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംസാരങ്ങള് ആ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അത് നീ വീട്ടിൻ്റെ കുറെ അത് ചിലപ്പോൾ നിങ്ങൾ വൈഫിൻ്റെ അടുത്ത് നിന്നായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ളതിനായിരിക്കും അത്. അല്ല, വീട്ടിനുള്ളിൽ നിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട്. ആ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിനക്ക് എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉം, പലപ്പോഴും ഉം. എന്താ പറയാ, നമുക്കൊരു വിഷമം ഉണ്ടാക്കാറുണ്ട്. ആ വിഷമം അതുകൊണ്ട് ഞാൻ ഒരു ഭയങ്കര ഒന്നുകൂടി വിഷമിക്കണ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഓക്കെ. ഈ 12 കൊല്ലം നിങ്ങൾ വേസ്റ്റ് ചെയ്തോ? ഇല്ല, പക്ഷെ ഞാൻ പലതും പഠിച്ച്. അപ്പം പഠിച്ച് അത് ആൾക്കാർ കാണുന്നില്ല അല്ലേ? ഇല്ല, പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യത്യസ്ത മേഖലയിലൂടെ പോയപ്പോള്. നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പം ചെയ്യണതൊക്കെ ഹൊറിസോണ്ടൽ ലേണിംഗ് ആണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. യെസ്. ഹൊറിസോണ്ടൽ ലേണിംഗ് വെച്ചാൽ അവിടുന്ന് ഇവിടുന്ന് ഏതൊക്കെ കാണും അതൊക്കെ വായിക്കും, പഠിക്കും, കേൾക്കും, അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഈ 12 കൊല്ലം പല പ്രാവശ്യം പറഞ്ഞല്ലോ, അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിനുള്ള പൈസ കൊടുത്തിട്ട് അത് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴാവാന്ന് ശരിക്കും എല്ലാവരും മനസ്സിലാക്കുക. ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഒന്നിലെ ഇംപ്ലിമെന്റ് ചെയ്യുക, അത് മറ്റുള്ളവരിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ അതിനെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുള്ളൂ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI എന്ന് പറയുള്ളൂ. എല്ലാത്തതെല്ലാം സ്പെൻഡിങ് ആണ്, എക്സ്പെൻസ് ആണ്, എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നിങ്ങൾ ഈ 12 കൊല്ലം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ അത് എക്സ്പെൻസ് ആണ്, നിങ്ങൾ അതിൽ ഇമ്പാക്റ്റ് കൊടുത്തിട്ടില്ല. അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അത് വേർട്ടിക്കൽ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നേ മതിയാവും. അതുവരെ വാട്ട് എവർ യു ഹാവ് ഡൺ ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം, മണി ആൻഡ് എഫേർട്ട്. അപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് വാട്ട് ഇസ് ദറ്റ് വൺ തിങ് ദറ്റ് ഐ ക്യാൻ ഡു? എന്താണ് ഒരു കാര്യം? 10 കാര്യം ചെയ്യേണ്ട. എന്താണ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുക ഒരു ഇമ്പാക്റ്റ് വരുത്തിക്കാൻ? ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. നിങ്ങളിപ്പം കുറേ വേറെ എന്തൊക്കെ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞു, ദാറ്റ്സ് ഓൾ ഫൈൻ. എന്താണ് ഒരു കാര്യം, ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിനും നിങ്ങൾക്ക് പേടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റെപ്പ് എടുക്കണില്ല, കറേജ് ഇല്ല എന്നുള്ള പറയാം. വാട്ട് ഇസ് ദറ്റ് വൺ തിങ്? ഉണ്ട്, എനിക്കറിയാം. ടെൽ മീ വാട്ട് ഇസ് ദറ്റ് വൺ തിങ് ദറ്റ് യു ക്യാൻ ഡു. ഞാൻ ഒരു കാര്യം ചോദിക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കും, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ എന്നെ കണ്ടുകൊണ്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? യെസ് ആണോ? കഴിയില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റും, ഇത്ര കൂളായിട്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ വലുതെന്നല്ല പറഞ്ഞത്. എനിക്ക് അതായത് ഒരു ടെൻഷനും ഇല്ലാതെ അയ്യോ അടുത്ത ക്വസ്റ്റൻ എന്താണെന്നുള്ള ചോദിച്ചിട്ട് ആ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റമക്ക് എന്ന് പറയാം. അതുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ ഒരു കണക്ഷനും ഒരു കൺവേഴ്സേഷൻ നടത്താൻ പറ്റുമോ? യെസ് ആണോ? ഇല്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പേടിയെ മാറ്റിക്കളയാന്നുള്ള. ആ പേടി മാറ്റിയിട്ട് ഇന്നേ വരെ ചെയ്യാത്ത പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാധനം എന്താ? അത് പറയാൻ പറ്റും. ഒറ്റ സാധനം. അത് പറയാൻ പറ്റില്ലെങ്കിൽ ഈ കോച്ചിങ് കൊടുത്ത് തീർന്നു. നിങ്ങൾ ഇന്ന് വരെ ചെയ്യാത്തതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിൽ ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നതും മറ്റുള്ളവർ അത് അംഗീകരിക്കണം ഒരു കാര്യം. ജസ്റ്റ് വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു. ടെൽ മീ. ഐ ആം റിയലി ചാലഞ്ചിങ് യു. ഒരു വൺ ഡേ ട്രെയിനിങ് നടത്താം. എന്തിനെ കുറിച്ചിട്ടായിരിക്കും? അതില് എന്തിനെ കുറിച്ചായിരിക്കും? ജസ്റ്റ് ടെൽ മീ എന്തിനെ കുറിച്ചായിരിക്കും? വാട്ട് ഈസ് ദ ടോപ്പിക്? യു ടെൽ മീ. ടോപ്പിക് അതില് EFT വരുന്നുണ്ട്. EFT. ഓക്കെ, EFT. അപ്പോൾ EFTനെ കുറിച്ചുള്ള ട്രെയിനിങ്, ഒരു ദിവസത്തെ ട്രെയിനിങ് അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതില് EFT, ഗ്രാറ്റിറ്റ്യൂഡ്. അതൊന്നല്ല ഞാൻ ചോദിച്ചതല്ല. വാട്ട് ഈസ് അത് ശരിക്കും ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പറഞ്ഞത് അതിലുള്ള കോണ്ടന്റാ പറഞ്ഞത്. ഓക്കെ. അതിനുള്ള കോണ്ടന്റ് എല്ലാം ചോദിച്ചത്. നിങ്ങൾക്ക് ചിലപ്പോൾ NLP ആയിരിക്കാം, EFT ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായിരിക്കും അതിന്റെ പേര്? എന്തായിരിക്കും അതിന്റെ പേര്? ഒരു പേര് പറയാം, വെറുതെ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു പേര് എന്തായിരിക്കും അത്? ട്രാൻസ്ഫോർമേഷൻ കോഴ്സ്. ഓക്കെ. എനിക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നുന്നത് ശരി. ആർക്ക് വേണ്ടിയിട്ടാണത്? അതൊരു 25 to 40 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. എത്ര മണിക്കൂറത്തെ കോഴ്സ്? ഒരു 6 hour കോഴ്സ്. അത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഓഫ്ലൈന് 9 to 5. 9 to 5. എവിടെയായിരിക്കും നിങ്ങളുടെ സ്ഥലം? ഇപ്പം ഞാൻ ചോദിക്കേണ്ടി വരും, എവിടെയായിരിക്കും അത് നടത്തുക? തൃശ്ശൂരാണ് തൃശ്ശൂരാണ് നടത്തുന്നത്. എത്ര പേരാണ് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു 10 ആളാണ്. ഏത് മാസത്തിലാണ് ഉദ്ദേശിക്കുന്നത്? മാസം
ജൂലൈ ആഗസ്റ്റിലാണ് അപ്പോൾ ഒരു ഇപ്പൊ ഏകദേശം പ്ലാൻ. ഒരു 8 മാസമുണ്ട്, 7 മുതൽ 8 മാസം വരെ ഉണ്ട്. അതെ. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ 5 സ്റ്റെപ്പ് എന്തായിരിക്കും? കണ്ടന്റ് കറക്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമ്പർ 2? പ്രസന്റേഷൻ, മാർക്കറ്റിംഗ്. ഓക്കെ, നമ്പർ 3? മാർക്കറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിംഗ് കഴിഞ്ഞു. മാർക്കറ്റിംഗിന് ശേഷം ഒരു 3 കാര്യങ്ങളും പറയാം. മൂന്നാമത്തെ എന്തായിരിക്കും? മൂന്നാമത്തെ എന്തായിരിക്കും? മെന്റേഴ്സിനായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, 3 കാര്യം പറഞ്ഞു. എനിക്ക് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞതാണ് ശരി കേട്ടോ. അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ എന്താ പറഞ്ഞത് അത് ശരി. നമ്മൾ ഇനി കോണ്ടന്റിലേക്ക് പോകാം. നിങ്ങൾ കോണ്ടന്റ് പറഞ്ഞ്, മാർക്കറ്റിംഗ് പറഞ്ഞ്, പിന്നെ കോച്ചസിനായിട്ട് കണക്ട് ചെയ്യാൻ. കോണ്ടന്റിലേക്ക് പോകാം. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? കോണ്ടന്റ് ഓൾറെഡി എൻ്റെ ഉണ്ട്, അതൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. ഓക്കെ, അതെന്ന് ചെയ്യാൻ പറ്റുക? അത് ഓൾറെഡി അധികം ടൈമിന്റെ ആവശ്യമില്ല, ഒരു 4-5 ദിവസത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാ ഈ 7 മാസം വരെ കാത്തിക്കണത്? ഞാൻ ആലോചിച്ചത് ട്രാവൽസിൽ ബിസി ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ടായിരുന്നു. അത് നടക്കാൻ പോകില്ല കേട്ടോ. ഓക്കെ, അത് നടക്കാൻ പോകില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും ഇതുണ്ട്, സ്പ്ലിറ്റ് ആണ്, നിങ്ങൾ മൈൻഡ് സ്പ്ലിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് തീരുമാനം 7 മാസത്തിൻ്റെ ഒരു ആവശ്യം. നിങ്ങൾ പറഞ്ഞ കോണ്ടന്റ് നിങ്ങൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ബ്രഷ് ചെയ്യാനേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ഡോണ്ട് ഹാവ് ടു മേക്ക് ഇറ്റ് സോ ലോങ്. 7 മാസമൊക്കെ എന്തിനാണിത്? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലും അതിന് പാഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഒരു പർപ്പസ്ഫുൾ അല്ല അത്. അതിൻ്റെ കാരണം നിങ്ങൾ അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ ഈ ഒരു ട്രാവൽ ഏജൻസി തന്നെ എക്സ്ക്യൂസാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അത് കൂടാതെ മറ്റുള്ളവരെ നിങ്ങൾ ജീവിതത്തിൽ ചേഞ്ച് കാണാൻ നിങ്ങൾക്ക് അത്ര ആഗ്രഹമില്ല, അത്രേ ഉള്ളൂ. അവർക്ക് ചിലപ്പോൾ കാണാൻ ആഗ്രഹം ഉണ്ടാവും, നിങ്ങളിൽ ചേഞ്ച് കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഇത്രയും പൈസയൊക്കെ എല്ലാത്തിനും മുടക്കിയിട്ട് അവർക്ക് ചേഞ്ച് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്കില്ല. അത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പറയും 1 മാസത്തിനുള്ളിൽ ഞാൻ ചെയ്യുമെന്ന് പറയും. ഇപ്പോൾ 500 പേരിൻ്റെ ഒരു സെഷൻ ഞങ്ങൾ നടത്തി ഇവിടെ കാലിക്കറ്റ് ഹ്യൂമാക്സ് എന്ന് പറഞ്ഞിട്ട്. 1.5 മാസത്തിനുള്ളിൽ ഞങ്ങൾ നടത്തിയത്. ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1.5 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ഫുള്ളും ആയിരുന്നു. അപ്പോൾ നമുക്ക് ചില സമയം നമ്മൾ ഡിസിഷൻസ് എടുക്കില്ല. ഡിസിഷൻസ് എടുത്തിട്ട് കഴിഞ്ഞിട്ട് അതിൽ ചാടാം. നിങ്ങൾക്ക് എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട് ഇവിടെ, ശരിയാണോ? അതിൽ ഏറ്റവും വലിയ സംഭവം എന്താണ്? പേടിയാണോ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ? ജഡ്ജ്മെന്റ്. ആൾക്കാരെന്ത് വിചാരിക്കുന്നില്ല, ജഡ്ജ്മെന്റ് അല്ലേ? ആൾക്കാരെന്താ വിചാരിക്കുക, ഇയാൾ ഇത്രയും പഠിച്ചിട്ട് ഇപ്പൊ ഇതേ ഉള്ളൂ എന്നുള്ള ആ ഒരു ചോദ്യം വരുന്നുള്ള? ഇല്ല, അതായത് കാര്യങ്ങൾ ശരിയായില്ല എന്നുള്ളൊരു ആരും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. 100% ചിലപ്പോൾ ശരിയാൻ പോണില്ല അല്ലെ? ചിലവർ എത്രയോ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു മൂവി ഉണ്ടാക്കും, വിജയിക്കും, 100 ദിവസം ഓടുന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു ഫിലിം ഉണ്ടാക്കിയായിരിക്കും, കോടികൾ ചെലവാക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ഈവൻ ഷാറുഖ് ഖാന്റെ എത്രയോ ഫിലിം പൊട്ടിപ്പോയിട്ടുണ്ട് ഇല്ലേ? ശരിയല്ലേ? അത് വിചാരിച്ച ആള് നെക്സ്റ്റ് പടം ഉണ്ടാക്കാതിരിക്കോ? വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യില്ലേ? ശരിയല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക, ഇത് ചിലപ്പം ഇത് ഞാൻ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആണ്, കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആണ്, എൻ്റെ സ്ട്രാറ്റജീസ് കറക്റ്റാണ്, നല്ല സിസ്റ്റമാണ്, നല്ല ടീമാണ്, എല്ലാം കറക്റ്റാണ്, കോണ്ടന്റ് ഒക്കെ കറക്റ്റ്. ചിലപ്പം പരാജയപ്പെട്ടെന്ന് വരും. ചിലപ്പോൾ ആ ദിവസമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എയർലൈനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആക്ട് ഓഫ് ഗോഡ്. നിങ്ങളിപ്പം ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും. ചിലപ്പോൾ ആ ദിവസം കൊടുങ്കാറ്റ് വന്നു വിചാരിക്കുക, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ദിവസം അന്ന് നടന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരും. ഒന്നും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോലും കിട്ടില്ല നിങ്ങൾക്ക്. ആ ഹാളിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ ചാൻസ് ഇല്ല അല്ലേ? ഒരു ചെറിയ ശതമാനം അൺസർട്ടനിറ്റി എവിടെ ഉണ്ട് ജീവിതത്തിൽ. നമ്മൾ നാളെ ജീവിക്കുന്ന പോലും നമുക്ക് അറിയില്ല. ഇസ് ദാറ്റ് കറക്റ്റ്? അപ്പോൾ ആ പേടി ഒന്ന് മാറ്റി വെച്ചൂടെ നിങ്ങൾക്ക്? ഒന്നിലും ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഒന്നിലും നിങ്ങൾക്ക് പേടി, രണ്ടാമത്തെ നിങ്ങൾ ഈ ജഡ്ജ്മെന്റ് എല്ലാം സംഭവം വരുന്നുണ്ട്, മൂന്നാമത്തെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് പാഷൻ ഇല്ല, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ്. ഞാൻ ചാലഞ്ച് ചെയ്യണ്ടോ, നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത് കേട്ടോ. നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഇത് ചാലഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയാം, എന്തായിരിക്കും നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അടുത്തത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഒന്നുകൂടി പോളിഷ് ചെയ്യും. അങ്ങനെയല്ല, അങ്ങനെയല്ല. നിങ്ങളുടെ മുമ്പിൽ കലണ്ടർ ഉണ്ടോ? കലണ്ടർ, ഗൂഗിൾ കലണ്ടർ ഉണ്ട്.
ഗൂഗിൾ കലണ്ടർ അല്ലെങ്കിൽ മൊബൈലിൽ എവിടെയെങ്കിലും ഒരു ഡേറ്റും ഇതുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. അത് തുറക്കാം. ഓക്കെ. ഫെബ്രുവരിയിൽ ചെയ്യേണ്ട, മാർച്ച്. കാരണം ഫെബ്രുവരി കാരണം ഇതൊക്കെ നോമ്പ് കാലമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലയൻസ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. മാർച്ച് ഏപ്രിൽ നോക്കാം, ഒരു ഡേറ്റ് നോക്കാം. ഇപ്പം കലണ്ടറിൽ നോക്കാം. കണ്ടോ? മാർച്ച് ഏപ്രിൽ. ഓക്കെ, കണ്ടോ? കണ്ടു. ഒരു ഡേറ്റ് നോക്കുക. അതിൽ ഏത് ദിവസമാണ് വേണ്ടത് അതിനനുസരിച്ചൊരു ഡേറ്റ് നോക്കുക. മാർച്ച് 23. മാർച്ച് 23. തൃശ്ശൂർ ഏത് ഹാളിൽ വെച്ചാണ് നടത്താൻ പ്ലാന്? പേൾ റീജൻസി. അവിടെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? യെസ്. നമ്പറുണ്ടോ? യെസ്. വിളിക്കാം. ഇപ്പം വിളിക്കാം. ഇപ്പം വിളിക്കാം. ഓൺലൈനിൽ ഇപ്പം വിളിക്കാം. എന്നിട്ട് ബുക്ക് ചെയ്യാതെ. ഹലോ, കിട്ടുണ്ടോ? വിളിച്ചു. എന്താ പറഞ്ഞേ? വിളിച്ചു ബുക്ക് ചെയ്തോ? അതെ. ഇനി നിവൃത്തിയില്ല. അഡ്വാൻസ് ഒന്ന് അയച്ചു കൊടുക്കാം. അഡ്വാൻസ് ഓക്കെ. ഡേറ്റ് കൺഫേംഡ് അല്ലേ? നീ മാറ്റാൻ പാടില്ല. ഓക്കെ, റെഡി അല്ലേ? റെഡി. കൺഫേം. ആ ഡേറ്റ് വെച്ചിട്ട് ബാക്കൗട്ട് വർക്ക് ചെയ്യാം. ഇതിനാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ചെയ്തൂടെ? യെസ്. ഹാപ്പിയാണോ? യെസ്. ക്ലാരിറ്റി വന്നോ? ക്ലിയർ ആണ്. അതിന് ആവശ്യമുള്ള എല്ലാ മാർക്കറ്റിങ്ങുകളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ. അതിനാവശ്യമുള്ള ടിക്കറ്റൊക്കെ ഇപ്പോൾ തന്നെ വെക്കാം. അതിന് ശേഷമാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യൽ. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം ഇപ്പം കളയരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട 10 ആളാണെങ്കിൽ ആ 10 ആളുടെ ടിക്കറ്റ് ആദ്യം വെക്കുക. അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ, അത് വെക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ ഇന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാമെന്നുള്ള അത് മാത്രം പറയാം. കോണ്ടന്റ് ഒന്നും ആരും ചോദിക്കാൻ പോകുന്നു നിങ്ങളോട്. കോണ്ടന്റ് അവസാനത്തെ 1 മാസത്തിൽ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ചെയ്യാൻ പറ്റുമോ? യെസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഹാപ്പി ആണോ? അതെ. 0 to 10 എത്ര ഹാപ്പിയാണ്? 9. ഗുഡ്. വരുമ്പോൾ ക്ലാരിറ്റി എത്രയായിരുന്നു? ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ 9 ഉണ്ട്. ഇപ്പൊ നിവർത്തിയില്ല. ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് 23 ഏപ്രിലാണോ പറഞ്ഞ്? ഏപ്രിൽ 23 അല്ലേ? മാർച്ച് 23 ഡേറ്റ് ഫിക്സ് ആയി. ഇനി ബാക്കോട്ട് വർക്ക് ആയി. ഇനി നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാരന്. ഇനി തെളിയിച്ചു കൊടുക്കാം. ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കുക. അവർ തെറ്റുന്നല്ല, നിങ്ങൾ ശരിയാണെന്ന് തെളിയിച്ചു കൊടുക്കുക. നിങ്ങൾ അവർ തെറ്റാന്നുള്ളത് തെളിയിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ശരിയാന്നുള്ളത് തെളിയിച്ചു കൊടുക്കുക. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഇത് എത്രത്തോളം നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. നിങ്ങളെ അടുത്ത ഫ്രണ്ട്സിലോ അങ്ങനെയുള്ളതിൽ നിങ്ങൾ സെല് ചെയ്യുക ഫസ്റ്റ്. മനസ്സിലായി? നിങ്ങൾ ഉദ്ദേശിച്ച ടിക്കറ്റ്, അത്രയും നമ്പർ ഓഫ് ടിക്കറ്റ്, അത്രയും നമ്പർ ഓഫ് അമൗണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന് സെല് ചെയ്യാം. ഹാപ്പി? യെസ്. ഗുഡ്. നെക്സ്റ്റ് കോളർ പ്ലീസ്.